സൂപ്പർ കപ്പിലെ സെക്കൻഡ് മാച്ച് വേഴ്സസ് SC ഡൽഹി. പുതിയ ക്ലബ് ഒന്നുമല്ല, കഴിഞ്ഞ സീസൺ വരെ ഉണ്ടായിരുന്ന ഹൈദരാബാദ് FC ഒന്ന് റീബ്രാൻഡ് ചെയ്ത ക്ലബ്ബാണത്. എനിവേ നമ്മൾ 3-0 ജയിച്ചു. കുറച്ച് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ അല്ലെങ്കിൽ പോസിറ്റീവ് കാര്യങ്ങൾ തന്നെ പറയാനുണ്ട്. പക്ഷെ അതിനു മുന്നേ ഈ ഒരു ലൈവിന്റെ ഇടയിൽ ഞാൻ എന്ത് ചെയ്തിട്ടാ ഈ ലൈവിന്റെ ഇടയിൽ AMD ഈസ് ഗേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ വരെ വരുന്നു. എടാ ഞാൻ എന്താ ചെയ്തു? ഡൽഹിക്കെതിരെ സ്റ്റാർട്ടിംഗ് 11 2 ബിഗ് ചേഞ്ചസ്. ദുസാൻ ലഗച്ചോറും നോവ സദോയും 11 തന്നെ വന്നിരിക്കുകയാണ്. ആൻഡ് കഴിഞ്ഞ മാച്ചിന് ശേഷം ഫാൻസ് ആവശ്യപ്പെട്ട ഒരു കാര്യം കൂടെയാണ് അത്. ലഗോട്ടോർ വരുമ്പോൾ ലൂണയുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടാവും, നമ്മുടെ ഡിഫൻസിനെ അത് എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ മാച്ചിന് ശേഷം ആൾക്കാർ ലൂണനെ പറ്റി കുറെ നെഗറ്റീവ് പറഞ്ഞ കണ്ടു. ലൂണ ടീമിന്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ ലൂണ പഴയ പോലെ കളിക്കണില്ല, അങ്ങനത്തെ കുറെ സംഭവങ്ങൾ കണ്ടിനു. അതുകൊണ്ട് തന്നെ ലൂണന്റെ കളി കാണാൻ ഞാൻ ഇച്ചിരിയും കൂടെ എന്താ പറയാ സൂക്ഷ്മദർശിനി വീക്ഷണമൊക്കെ നടത്തി. അങ്ങനെ ടാക്ടിക്കോസ് ആവാൻ നോക്കി കുറച്ച് ആൾക്കാരോട് മാത്രം. ഇന്നത്തെ മാച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, വിത്ത് ലൂണ ആൻഡ് വിത്തൗട്ട് ലൂണ. വേറൊരു സംഭവം എന്താണെന്നറിയോ, ലൂണന്റെ എന്താ പറയാ ഗോൾ കോൺട്രിബ്യൂഷൻ ഇല്ല, ക്രിയേറ്റീവ് സംഭവങ്ങൾ ഇല്ല എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. പക്ഷേ അന്നത്തെ ലൂണയും ഇപ്പോഴത്തെ ലൂണയും അവർ കളിക്കുന്ന റോൾസിൽ നല്ല ഡിഫറൻസ് തന്നെ ഉണ്ട്. സംഭവം എനിക്കും ഇത്രയും ഡീപ്പായി കളിക്കുന്ന ലൂണന്റെ കളിയല്ല കാണേണ്ടത്, ഓക്കെ. പക്ഷേ കുറെ ആൾക്കാർ ലൂണ ടീമിന്റെ ഒരു പ്രോബ്ലം എന്നുള്ള ടൈപ്പ് ഓഫ് നരേറ്റീവ് ക്രിയേറ്റ് ചെയ്യണോണ്ട് പറയാ അങ്ങനൊന്നുമില്ല. ഓക്കെ, ആൾ കുഴപ്പമില്ലാതൊക്കെ തന്നെ കളിക്കുന്നുണ്ട്. ഈ ഒരു മാച്ചിൽ കോരോ സിംഗിന്റെ ആ ഒരു കിഡിലൻ ഗോളിനുള്ള ബോൾ ആരാ കൊടുത്തത്? ലൂണ. സോ സ്റ്റോപ്പ് ഡിസ്റെസ്പെക്ടിങ് മൈ ഗോട്ട്. മാച്ചിലെ ഫസ്റ്റ് 2 ഗോൾസ് ബൈ നമ്മുടെ സ്വന്തം ഒബി-വാൻ കെനോബി. പക്ക ഫിനിഷിംഗ്. ഓക്കെ, ആൾക്ക് കിട്ടിയ 2 ചാൻസസും ആൾ ഉഷാറായിട്ട് തന്നെ ഫിനിഷ് ചെയ്തു. ആൻഡ് ആയുഷ് അധികാരി, എടാ ഇപ്പൊ ബ്ലാസ്റ്റേഴ്സിലല്ലോ, ടീം മാറി. ഇവൻ എടാ ആയുഷ് അധികാരനെ സംബന്ധിച്ചില്ലേ അത്രയും പുവർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ്. 2 ഗോളും ആളുടെ മിസ്റ്റേക്ക് എന്നാ വന്നത്. ഫസ്റ്റ് ഹാഫ് പോലും മുഴുവൻ ആവണതിന് മുന്നേ ചെക്കനെ വലിക്കും ചെയ്തു കോച്ച്. എനിക്ക് കണ്ടപ്പോൾ പാവം തോന്നി. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ആ സെക്കൻഡ് ഗോളിന്റെ മുന്നുള്ള ആ ഒരു പ്രസ്സിങ് ആൻഡ് ആ ഒരു ടാക്കിൾ അത് ലഗറ്റോറിന്റെ ഭാഗത്ത് നിന്നാണ് വന്നത്. കാരണം എന്താ, ലൂണ ആളിൻ ബാക്കിലാ പോയി കളിക്കുന്നുണ്ട്. ഫസ്റ്റ് 40 മിനിറ്റിന് മുന്നേ തന്നെ 3 ഗോളൊക്കെ അടിച്ചപ്പോൾ ഞാൻ വിചാരിച്ച് നമ്മൾ 5-6 ഗോളൊക്കെ അടിച്ച ഒരു വല്ലാത്ത ജയിക്കുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ നമ്മൾ സേഫ് ആയിട്ട് കളിക്കാനുള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ആ ഒരു സെയിം ഇന്റൻസിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പം എന്താ, ലൂണനെ കയറ്റിയതോടെ ഞാനും അത്ര സൂക്ഷ്മദർശിനി വിഷം വെച്ചിട്ടുള്ള കളി കാണലും നിർത്തി. പിന്നെ ഒരു കാഷ്വൽ വാച്ചിങ് നടത്തിയത്. മാച്ചിൽ ഇന്നെ ഏറ്റവും ഇംപ്രസ് ചെയ്യിച്ചത് ഓഫ് കോഴ്സ് നമ്മുടെ ഒബി-വാൻ കെനോബി തന്നെ ആണ്. ഫസ്റ്റ് മാച്ചിൽ ഞാൻ കാണാത്ത കുറെ കാര്യങ്ങൾ ഈ ഒരു മാച്ചിൽ കണ്ടു. ആള് ഡീപ്പായി വന്ന് ബോൾ വാങ്ങി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണോ, നല്ല രീതിക്ക് ബോളിനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് അടുത്ത നല്ലൊരു മൂവ് ക്രിയേറ്റ് ചെയ്യണോ, പിന്നെ ആൾക്ക് കിട്ടിയ ചാൻസസ് ബ്രില്യൻ്റ് ആയിട്ട് തന്നെ ഫിനിഷ് ചെയ്യണോ, നിഹാൽ സുധീഷും ആയിട്ടുള്ള ആ ഒരു പ്ലേ ഒക്കെ കണ്ടില്ലേ, അതൊക്കെ അങ്ങനെ ഒരു ഫ്ലോയിലാണ് വരണം. അല്ലാതെ അതൊന്നും നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റൂല. പിന്നെ ഒരു ക്യാമിയോ ഉണ്ടേനോ, ആളാകെ 5 മിനിറ്റ് കളിച്ചു, 2-3 തവണ പന്തൊക്കെ കിട്ടിയതുള്ളൂ. പക്ഷെ ആ 90-ാം മിനിറ്റിലെ ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, ആ ഫ്രീ കിക്ക് നേടാൻ വേണ്ടിയിട്ട് ആളുടെ ഭാഗത്ത് വന്ന ആ ഒരു ഫുട് വർക്കും കാര്യങ്ങളൊക്കെ, ഐ എൻജോയ്ഡ് ഇറ്റ്. തിയാഗോ ആൽവസ് മെൻഡസ്, ഹി ഈസ് എ സ്കില്ലർ ഗൈസ്, കം ഓൺ. എന്നിട്ട് ആളൊരു ഫ്രീ കിക്ക് എടുത്തു. ഞാൻ അങ്ങനെ ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ക്രോസ് ബാറിനെ കൊണ്ട് ഗൈസ് നമുക്ക് മറ്റൊരു നല്ല സെറ്റ് പീസ് ടേക്കർ കൂടെ ആയിട്ടോ ആളുടെ ബാക്കിയുള്ള പെർഫോമൻസസ് കാണാൻ. സോ എക്സൈറ്റഡ്. പിന്നെ കഴിഞ്ഞ മാച്ചിൽ പറഞ്ഞ പോലെ തന്നെ നോറ ഫെർണാണ്ടസ്, ആൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്, ഓക്കെ, സച്ചിന്റെ മേലെ കയറാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ആള് മാക്സിമം യൂസ് ചെയ്യുന്നുണ്ട്. ഈ മാച്ചിൽ അധികം ഒന്നും ഡിഫൻസിന് പണിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും മാച്ചിന്റെ ലാസ്റ്റിലൊക്കെ ആയിട്ട് വിബിന്റെ ഭാഗത്ത് നിന്നാ തോന്നുന്നു ഒരു മിസ്റ്റേക്ക് വരുന്നു. ഡൽഹിക്ക് ഒരു ക്ലിയർ ഗോൾ ചാൻസ് കിട്ടി, പക്ഷേ നോറ സ്റ്റെപ്ഡ് അപ്പ് ആൻഡ് ആ ഒരു ക്ലീൻ ഷീറ്റ് നമുക്ക് ആണ് ഉറപ്പിച്ചു തന്നു. എനിവേ വേറെ കുറെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ 2 മാച്ചസ് ഞാൻ അത്ര സീരിയസ് ആയി കാണുന്നില്ല, ഓക്കെ. ബട്ട് അടുത്ത മാച്ച് വേഴ്സസ് മുംബൈ സിറ്റി, ആൻഡ് അതിനാണ് ഞാൻ കുറച്ചും കൂടെ എന്താ പറയാ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. കാരണം അവിടെ അറിയാം ഈ ഒരു സൂപ്പർ കപ്പ് ആയാലും നമ്മുടെ ISL പ്രതീക്ഷകളായാലും എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ബൈ മുംബൈ സിറ്റി രാജസ്ഥാൻ യുണൈറ്റഡ് മാച്ച് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാനൊന്നും അതിനെ പറ്റി പറയണില്ല കേട്ടോ, കാരണം ഞാൻ ജിങ്സ് ചെയ്തു എന്ന് പറയുന്നത് കുറച്ച് കഴിഞ്ഞാൽ അത്ര കൊള്ളും. ബൈ.